കാസർഗോഡിൻ്റെ പ്രേക്ഷകർക്ക് മെഡി ട്രാക്കിലേക്ക് സ്വാഗതം. സാധാരണ ശ്വാസകോശ സംബന്ധമായ ഒരു രോഗമാണ് ആസ്മ. ആസ്മയുടെ രോഗലക്ഷണങ്ങൾ, അതിൻ്റെ ഡയഗ്നോസിസ് രീതികൾ, അതിൻ്റെ ചികിത്സാ രീതികൾ, ഈ വിഷയമാണ് ഇന്ന് മെഡി ട്രാക്ക് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡിൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രാവൺ കുമാറാണ്. സർ, വെൽക്കം. നമസ്കാരം ഡോക്ടർ, ശ്വാസകോശത്തെ സംബന്ധിച്ച് ധാരാളം രോഗങ്ങൾ പിടിപെടാറുണ്ട്. അതിലൊരു രോഗമാണ്, അല്ലെങ്കിൽ അതിലൊരു രോഗമാണ് ആസ്മ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ആസ്മയിലേക്ക് പോകുന്നതിന് മുന്നേ, ഇപ്പം ആസ്മ ബാധിച്ച ഒരു വ്യക്തിയുടെ ശ്വാസകോശവും അല്ലെങ്കിൽ ആസ്മയില്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ശ്വാസകോശത്തിലും ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. അത് എങ്ങനെയാണ് നമുക്ക് അല്ല ഏത് തരത്തിലായിരിക്കും അത്? ബേസിക്കലി നമ്മൾ ആസ്മ എന്താണെന്ന് അറിയണം ഫസ്റ്റ്. ഓക്കെ. ആസ്മ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ന രോഗമല്ല. ആസ്മയ്ക്ക് പലതരത്തിലുള്ള പ്രസന്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് തന്നെ ആസ്മയുള്ള രണ്ട് രോഗികൾക്ക് തന്നെ പല രീതിയിലായിരിക്കും ആസ്മ ഉണ്ടാവാം. ആസ്മ ശ്വാസകോശത്തെ ബാധിച്ചതും പല രീതിയിൽ തന്നെ ആയിരിക്കും. അവിടെ രോഗലക്ഷണങ്ങൾ പല രീതിയിലായിരിക്കും. അപ്പോൾ അതാണ് ആദ്യമായിട്ട് അറിയേണ്ട കാര്യം. അപ്പോൾ ആസ്മ സ്ട്രക്ചറലി ഡിഫറൻസ് ഉണ്ടാക്കുന്നതും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരിലും ഒരുപോലെ ലങ്സിനെ ഡാമേജ് ചെയ്യില്ല ആസ്മ. ചില ആൾക്കാർക്ക് കൂടുതലായിരിക്കും, ചില ആൾക്കാർക്ക് ചിലപ്പോൾ നോർമലായിരിക്കും. ചില സമയങ്ങളിൽ നോർമലായിട്ട് തന്നെ കാണും. അവർക്ക് ഈ ലക്ഷണങ്ങൾ വരുന്ന സമയത്ത് മാത്രമേ ശ്വാസകോശത്തിൻ്റെ ഫങ്ഷനും പെർഫോമൻസും ഒക്കെ കുറയുള്ളൂ. അതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. ഓക്കെ. ഏത് രോഗത്തിനും ചിലപ്പം പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായോ ഒക്കെ ചില ലക്ഷണങ്ങൾ ഉണ്ടാകാം. ആസ്മയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഏതൊക്കെയായിരിക്കും? ആസ്മയ്ക്ക് പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുകയാണെങ്കിൽ ചുമ, ശ്വാസം മുട്ട്, നെഞ്ചിനകത്തൊരു കഫക്കെട്ടുള്ള പോലെ തോന്നുക, ചെസ്റ്റ് ടൈറ്റ്നസ് എന്ന് പറയും. പിന്നെ ശ്വാസം എടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം കേൾക്കാം, വീസിങ് എന്ന് പറയും. അപ്പോൾ ചില ആൾക്കാർക്ക് അത് ശ്വാസം എടുക്കുമ്പോൾ ഒരു കിറുകിറുപ്പുള്ള പോലെ ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ആസ്മയുടെ രോഗലക്ഷണങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ എല്ലാ രോഗലക്ഷണങ്ങളും ഉണ്ടാവണമെന്നില്ല. ചില ആൾക്കാർക്ക് ചുമ മാത്രമായിരിക്കാം, ചില ആൾക്കാർക്ക് ശ്വാസം മുട്ടൽ മാത്രമായിരിക്കാം. പക്ഷെ നമ്മൾ എപ്പോഴാണ് ആസ്മ സസ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ രണ്ടോ അതിലധികമോ രോഗലക്ഷണങ്ങൾ കൂടെ വരുമ്പോഴാണ് ആസ്മ സസ്പെക്ട് ചെയ്യുക. അതുപോലെ തന്നെ ആസ്മ ഉള്ള ഒരു രോഗിക്ക് സാധാരണ ഒരു ട്രിഗർ ഫാക്ടർ ഉണ്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ അതൊരു പൊടി അടിക്കുമ്പോൾ ആവാം, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്ന ശേഷം, ഒരു ചെറിയൊരു ജലദോഷം വന്ന ശേഷം കുറേ നാളത്തേക്ക് വിട്ടുമാറാത്ത ചുമ, അതാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഇമോഷണൽ സ്ട്രെസ് വരെ ആസ്മ ഉണ്ടാക്കാം, എക്സസൈസ് ആസ്മ ഉണ്ടാക്കാം. അപ്പം അങ്ങനെ കുറേ ട്രിഗർ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ട്രിഗേഴ്സ് ഒക്കെ കണ്ടുപിടിക്കണം. പിന്നെ ഒരു രോഗിക്ക് ആസ്മ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ ഡോക്ടറെ തന്നെ കാണണം. ഓക്കെ. ഈ ആസ്മ അല്ലെങ്കിൽ ഇത് ആർക്കൊക്കെ വരാൻ പറ്റും? ഇത് ഏത് പ്രായത്തിലുള്ള ആളെയും ഏത് ഏജ് ഗ്രൂപ്പിലും ബാധിക്കാവുന്ന ഒരു രോഗമാണ്. പക്ഷെ കൂടുതലും കണ്ടുവരുന്നത് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ്. പക്ഷെ 12 വയസ്സിന് ശേഷവും വരാം. 12 വയസ്സിന് മുമ്പ് വരുന്ന ആസ്മ നമ്മൾ ഏർലി ഓൺസെറ്റ് ആസ്മ എന്ന് പറയും. 12 വയസ്സിന് ശേഷമുള്ളതാണെങ്കിൽ ലേറ്റ് ഓൺസെറ്റ് എന്ന് പറയും. രണ്ടിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ മരുന്നിനോട് ശരിക്കും പ്രതികരിക്കണം എന്നില്ല 12 വയസ്സിന് ശേഷമുള്ള ആസ്മ വരുന്ന ആൾക്കാർ. പിന്നെ അവരുടെ ശ്വാസകോശത്തിൻ്റെ ഫങ്ഷൻ കുറച്ചുകൂടെ കുറവായിരിക്കാം. അങ്ങനെ പല സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും വരുന്നൊരു രോഗമാണ്. ആർക്ക് വേണം വരാം. പക്ഷെ 12 വയസ്സിന് ശേഷമുള്ള ആസ്മ കൂടുതൽ സ്ത്രീകളിലാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറേ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അതാണ് അറിയേണ്ടത്, ഏത് പ്രായക്കാർക്കും വരാം. അപ്പോൾ കുറേ രോഗികൾ പറയാറുണ്ട്, എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, എനിക്കെങ്ങനെ ഇപ്പോൾ ആസ്മ വന്നു. ചില ആൾക്കാർ പറയും ഇപ്പോൾ കോവിഡ് വന്ന ശേഷം ആസ്മ വന്നു, അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ എപ്പോഴെങ്കിലും ഒരു അലർജിയുടെ ഒരു ഹിസ്റ്ററി ഉണ്ടായി കാണും. പണ്ടെങ്ങാനും പൊടിയടിക്കുമ്പോൾ കുറേ നാളത്തേക്ക് തുമ്മൽ വരിക, രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കുറേ തുമ്മൽ വരിക, അല്ലെങ്കിൽ സ്കിൻ അലർജി ഉണ്ടാവുക. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളിലാണ് നമ്മൾ ആസ്മ ഉണ്ടെന്ന് സംശയിക്കുക. അപ്പം അതിനനുസരിച്ചാണ് നമ്മളൊക്കെ നോക്കുക. ഓക്കെ. ഡോക്ടർ, ഇപ്പോൾ കുട്ടികൾ 12 വയസ്സിന് മുന്നേ ശേഷം എന്നൊക്കെ പറഞ്ഞു. ഇപ്പം 12 വയസ്സിന് മുന്നേ സാധാരണ ഏർലി സ്റ്റേജിൽ ചൈൽഡ്ഹുഡിലൊക്കെ ആസ്മ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഗ്രോണപ്പായ ശേഷം ചിലപ്പോൾ കേൾക്കാറുണ്ട് അവർക്ക് ഉണ്ടാകുന്നില്ല. ഫോർ എക്സാമ്പിൾ, അത് എത്രത്തോളം ശരിയാണ്? അത് ഒരു പരിധി വരെ ശരിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആസ്മ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വരിക. വളരെ വേരിയഡ് ആയിട്ടാണ് ആസ്മ വരിക, പ്രസന്റേഷനായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ എപ്പോൾ വരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വന്ന ഒരു രോഗിക്ക് ഇതുപോലെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടപ്പോൾ നമ്മൾ ആസ്മ ഉണ്ടെന്ന് സംശയിക്കണം. ഓക്കെ. ഈവൻ ആ ചൈൽഡ്ഹുഡിൽ ആസ്മ വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത, വരാതിരിക്കാനും സാധ്യതയുണ്ട്.
പിന്നെ ചില ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫാക്ടറി ജോലി ചെയ്യുന്ന ആളുകൾക്ക്, ഇങ്ങനെയുള്ള ചില ഏരിയയിൽ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭൗമഘടനയുള്ള ഒരു പ്രത്യേക സ്ഥലത്തൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഈ രോഗം പിടിപെടാനുള്ള സാധ്യത കൂടുതലാണോ? നമ്മൾ ചില സ്റ്റേറ്റൊക്കെ കമ്പയർ ചെയ്യുന്ന നമ്മൾ കോസ്റ്റൽ ഏരിയ എന്നൊക്കെ പറഞ്ഞത് സർവേ റിപ്പോർട്ട് വരുന്നുണ്ട്, അത് എത്രത്തോളം ശരിയാണ്? ഇത് ബേസിക്കലി അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ആസ്മ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജനിതകമായി ആസ്മ വരാൻ സാധ്യതയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കൊരു ട്രിഗർ ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊടിയോ അല്ലെങ്കിൽ ചില ഇപ്പോൾ വിദേശത്തൊക്കെ പോളൻ കാരണം, അതായത് ഈ പൂക്കളുടെ പൊടി കാരണം ശ്വാസം മുട്ട് വരുന്ന ആസ്മ വരുന്ന രീതിയുണ്ട്. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലെ ഈ ഹ്യൂമിഡിറ്റിയാണ് പ്രശ്നം. അവർക്ക് ചിലപ്പോൾ വിദേശത്ത് പോയാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരിപ്പോൾ ഗൾഫിൽ പോയി, അവിടെ ഹ്യൂമിഡിറ്റി ഇല്ല, അവർക്കാണെങ്കിൽ ഒരു രോഗലക്ഷണം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഓരോരുത്തരുടെ ജനറ്റിക് മേക്കപ്പാണ് ഇതിനെ ഡിസൈഡ് ചെയ്യുന്നത്, ആർക്ക് എന്ത് തരം രോഗലക്ഷണം വരും, എന്താണ് രോഗം കൂട്ടുന്നത്. അപ്പം അതൊക്കെ ഓരോ പേഷ്യൻസിനും ഇൻഡിവിജ്വലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അതനുസരിച്ച് ആ ട്രിഗർ ഫാക്ടേഴ്സിനെ മാറ്റി വെക്കേണ്ടതാണ് ചെയ്യാൻ. ഇപ്പോൾ ഒരു ഫാക്ടറി പോയ ശേഷം, അവിടെ ജോലി തുടങ്ങിയ ശേഷം അവിടുത്തെ പൊടി കൊള്ളുമ്പോൾ ശ്വാസം മുട്ട് വരികയാണെങ്കിൽ നമ്മളതിനെ ഒക്യുപ്പേഷണൽ ആസ്മ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും മെയിനായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പൊടി കൊള്ളാതിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എത്ര ട്രീറ്റ്മെന്റ് കൊടുത്താലും ചിലപ്പോൾ ആ പൊടി മാറ്റിയാലേ ഈ രോഗലക്ഷണങ്ങൾ കൺട്രോൾ, ആ സാഹചര്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റി ഡോക്ടർ, നമുക്ക് ഇത് ഏതൊക്കെ തരത്തിൽ ആസ്മയെ ഡയഗ്നോസ് ചെയ്തെടുക്കാൻ പറ്റും? ആസ്മയെ ഡയഗ്നോസ് ചെയ്യുന്നത് മെയിൻലി ഈ രോഗലക്ഷണങ്ങൾ കാരണം തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഒന്നിലധികം രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ രോഗലക്ഷണങ്ങൾ പല പല സമയങ്ങളിലാണ് വരാം. ഇപ്പോൾ ഒരു ആസ്മ രോഗിക്ക് എല്ലാ സമയവും ഈ ശ്വാസം മുട്ടും ചുമ ഉണ്ടാവണമെന്നില്ല, അവർക്ക് മാറി മാറി ഉണ്ട്. അപ്പോൾ ഇന്ന് ശ്വാസം മുട്ടുണ്ടെങ്കിൽ നാളെ ഉണ്ടാവണമെന്നില്ല. പിന്നെ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും രോഗലക്ഷണങ്ങൾ വരാം. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കംപ്ലീറ്റ്ലി നോർമൽ പോലെ തോന്നും. അതാണ് ആസ്മയുടെ ഒരു പ്രത്യേകത. അതൊരു ഓരോ ദിവസവും ഓരോ രീതിയിലാണ് ഇങ്ങനെ കാണുക. ഓക്കെ, നമ്മൾ സ്വാഭാവികമായിട്ട് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പോകാം. നമുക്കിപ്പോൾ ഡയഗ്നോസ് ചെയ്തു, ആസ്മയാണെന്ന് സ്ഥിരീകരിച്ചു, പിന്നെ ട്രീറ്റ്മെന്റിലേക്ക് പോകാം. ട്രീറ്റ്മെന്റിലേക്കാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റാണ് നൽകുന്നത്? നമ്മൾ ആസ്മയാണെന്ന് സ്ഥിരീകരിക്കുന്നത് സ്പൈറോമെട്രി ടെസ്റ്റാണ് നമ്മൾ യൂഷ്വലി ചെയ്യാറ്. അതായത് ശ്വാസകോശത്തിൻ്റെ ഫങ്ഷൻ അറിയുന്ന ഒരു ടെസ്റ്റാണ്. അതിലാണ് നമ്മൾ എത്രത്തോളം ആസ്മ ഉണ്ടെന്നും അപ്പോൾ തന്നെ നമ്മളൊരു മരുന്ന് കൊടുക്കും, ബ്രോങ്കോഡൈലേറ്റർ എന്നൊരു മരുന്നുണ്ട്. ആ മരുന്ന് കൊടുത്ത ശേഷം എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നും അറിയും. അതിനനുസരിച്ചാണ് ആസ്മയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ആസ്മ ഉണ്ടെങ്കിൽ അതിന് മെയിനായിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നേരിട്ട് തന്നെ ശ്വാസകോശത്തിലോട്ട് മരുന്ന് എത്തിക്കുകയാണ്, മെഡിസിൻ എത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇൻഹേലേഴ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ്. നമ്മൾ നടത്തിയ സ്റ്റഡീസിലൊക്കെ കണ്ടെത്തിയതും ആ ഇൻഹേലേഴ്സ് ആണ് ഏറ്റവും ഫലപ്രദമായതും ഏറ്റവും സേഫ്റ്റി ഉള്ളതും ആയ മെഡിസിൻ. അപ്പോൾ ഇൻഹേലേഴ്സ് എടുക്കുമ്പോൾ തന്നെ പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ കുറേ നാളത്തേക്ക് ഇൻഹേലർ വേണ്ടി വരും, ലൈഫ് ലോങ് വേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരിക്കലുമല്ല. നമ്മൾ ഇൻഹേലർ തുടങ്ങുന്നതന്നെ ഒരു രോഗിയുടെ അവരുടെ രോഗലക്ഷണങ്ങളുടെ ദൈർഘ്യവും അതിൻ്റെ ഫ്രീക്വൻസിയൊക്കെ അനുസരിച്ചാണ് നമ്മൾ തുടങ്ങാം. അപ്പോൾ ഒരു ഇൻഹേലർ തുടങ്ങിയാൽ ഒരു ഡോക്ടറെ കണ്ട് ഇൻഹേലറിൻ്റെ ഡോസ് നമുക്ക് കുറക്കാൻ പറ്റും. ഡെയിലി യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് കുറക്കാൻ പറ്റും. പിന്നെ ആവശ്യമുള്ള രീതിയിൽ മാത്രം എടുക്കുന്നവരെ എത്തിക്കാൻ പറ്റും. അപ്പോൾ ആസ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ്, അതായത് ഡോക്ടർ സൂചിപ്പിക്കുന്ന ഒരു ഇൻഹേലർ കൊണ്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗി ലൈഫ് ലോങ്, അതായത് അവരുടെ ലൈഫിന്റെ അന്ത്യം വരെ ഇത് ഉപയോഗിക്കണം എന്ന് പറയുന്നത് അർത്ഥമില്ല. അർത്ഥമില്ല. അത് ഓരോ രോഗിക്കും ഓരോ പോലെയാണ്. മിക്കവർക്കും നല്ല കൺട്രോൾ കിട്ടുകയാണെങ്കിൽ പിന്നെ ആവശ്യം വേണ്ടി വരില്ല. ഡോക്ടർ, ഇതിലൊരു സൈക്കോളജിക്കലായിട്ട് ചില മറുപടി ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ എല്ലാ ഡെയിലി ഇപ്പം ഡോക്ടർ നിർദ്ദേശിച്ച പോലെ പിന്നെ ഡയഗ്നോസ് ചെയ്തിട്ട് ഈ ഇൻഹേലർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആഫ്റ്റർ 1 month ഡോക്ടർ ചിലപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ പോലും ഡോസ് ഇവർ ഓട്ടോമാറ്റിക് ആയിട്ട് മോർണിംഗ് ടൈമിൽ അത് എടുക്കും, അത് ഉപയോഗിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. അത് പിന്നെ എനിക്ക് വീണ്ടും ആസ്മ വരുന്നില്ല തോന്നൽ കൊണ്ടാണോ, അതല്ല ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടാകുമ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ വീണ്ടും കാണുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? അത് ഈ 2 തരത്തിലും ഉണ്ടാവാം. ഇപ്പോൾ ഈ ഇൻഹേലേഴ്സ് നമ്മൾ കൊടുത്താലും മെയിൻലി നമ്മൾ നോക്കേണ്ട കാര്യം ഇൻഹേലർ എടുക്കുന്ന രീതി ശരിയാണോ എന്നാണ്. പകുതിയിലേറെ രോഗികൾ ഇൻഹേലർ എടുക്കുന്ന രീതി ശരിയാണെന്നില്ല. ഇൻഹേലറിൻ്റെ ഡോസ് നേരിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തണം, എന്നാലേ നമുക്ക് ഈ മരുന്ന് കൊടുക്കുന്നതിൽ അർത്ഥമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ തവണ ഒരു പേഷ്യന്റ് വരുമ്പോൾ മിക്ക പൾമനോളജിസ്റ്റുകളും പേഷ്യന്റ് ഇൻഹേലർ ടെക്നിക്ക് കറക്റ്റാണോ നോക്കും, എടുക്കുന്ന രീതി ശരിയാണോ നോക്കും. ഒരു രോഗി ഡോക്ടർ പറഞ്ഞ കറക്റ്റ് ഡോസിൽ എടുത്തിട്ടും കറക്റ്റായ ടെക്നിക്കിൽ എടുത്തിട്ടും കൺട്രോൾ വന്നില്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടാകാം. ചിലപ്പോൾ ആസ്മയുടെ ഈ തീവ്രത കൂട്ടാനായിട്ട് വേറെ എന്തെങ്കിലും
ഒരു ചെറിയൊരു റിസ്ക് ഫാക്ടർ ഉണ്ടാവാം. ചില ആൾക്കാർക്ക് അത് മൂക്കിലുള്ള അലർജി ആയിരിക്കാം, നീസൽ പോളിപ്പ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് അത് അസിഡിറ്റി ആവാം, ഗാസ്ട്രോഇസോഫേജിയൽ റിഫ്ലക്സ് എന്ന് പറയും, അത് വയറിലെ ആസിഡ് മുകളിലോട്ട് കയറി വന്ന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ആവാം. അങ്ങനെ കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ റിസ്ക് ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ മരുന്നെടുത്തിട്ടും ആ ഒരു പൊടി കൺട്രോൾ ആയിട്ടില്ല. അപ്പോൾ മരുന്നിന്റെ കൂടെ തന്നെ വീട്ടിലെ പൊടി കൺട്രോൾ ചെയ്യുക, ജോലി സ്ഥലത്തെ പൊടി കൺട്രോൾ ചെയ്യുക, ഇമോഷണൽ സ്ട്രെസ്സുകൾ കുറക്കുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നോക്കേണ്ടതാണ്. ഇൻഹീലർ അല്ലാതെ ട്രീറ്റ്മെന്റിലുള്ള അതർ ട്രീറ്റ്മെന്റ് ഉണ്ടാവും, അത് ഏതൊക്കെയാണ്? വളരെയധികം വേറെ ഓപ്ഷൻസ് ഉണ്ട്. അലർജിയുടേതായിട്ടുള്ള മരുന്നുകളുണ്ട്, ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്. അതായത് ഒരു രോഗിക്ക് ഇപ്പോൾ ആസ്മയുടെ ട്രിഗർ ഫാക്ടർ എന്താണ്, ഏത് തരം പൊടിയാണെന്ന് കണ്ടെത്തി അതിന് ഇമ്മ്യൂണോതെറാപ്പിയിലൂടെ കൺട്രോൾ ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്. പിന്നെ ഈ ആസ്മ തന്നെ ഏത് തരത്തിലുള്ള ആസ്മയാണെന്ന് നോക്കാൻ പറ്റും. അതിന് ചില പ്രത്യേക ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. IgE എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ അത് കാരണം കൂടിയ ആസ്മയാണെങ്കിൽ അതിനെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട്. പക്ഷെ അതിനൊക്കെ അതിൻ്റെതായ കോസ്റ്റും സൈഡ് എഫക്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നമ്മൾ ഇൻഹേലേഴ്സ് കൊടുത്തിട്ടും കൺട്രോൾ ആവാത്ത ആസ്മയിലൊക്കെയാണ് നമ്മൾ അതൊക്കെ അസസ് ചെയ്യേണ്ടത്. ഏതുതരം ആസ്മയാണെന്നും അതിന് വേറെ ഏതെങ്കിലും മെഡിസിൻ വേണോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോഴാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സേഫ്റ്റി ഉള്ളതും ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത് ഇൻഹേലേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഡോക്ടർ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പ്രതിരോധമാണ് ബെറ്റർ, അതായത് നമുക്ക് ഏറ്റവും രോഗം വരുന്നതിന് മുന്നേ നമ്മൾ പ്രതിരോധിക്കുക എന്നത്. നമുക്ക് ആസ്മയ്ക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധ വാക്സിനോ മറ്റു മെഡിസിനോ അങ്ങനെ ഒന്നും ഉണ്ടോ? ഇപ്പൊ നിലവിൽ അങ്ങനെ പ്രതിരോധ വാക്സിനോ അങ്ങനെ ഒന്നുമില്ല. ആസ്മയെ പറ്റി നമ്മുടെ അറിവ് പ്രകാരം. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഞാൻ ഈ ക്വസ്റ്റ്യൻ അറേസ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്, ഇപ്പം ഇൻഹറന്റ് ആയിട്ട് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചു, ഇൻഹറന്റ് ആയിട്ട് ആസ്മ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഫാമിലിയിലെ കുട്ടികൾക്ക് ഇത് ഈ പറയുന്നത് പോലെ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കതൊരു പ്രതിരോധമായാലും ഈ പറയുന്ന ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ട ആവശ്യം. അതുകൊണ്ടാണ്. ഓക്കെ, കണ്ടിന്യൂ ഡോക്ടർ. അത് നമ്മൾ ആസ്മയെ പറ്റി അറിയുമ്പോൾ ആസ്മ ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ആസ്മ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആസ്മ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത്രയേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആസ്മ ഉള്ളവർ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം, അറ്റ് റിസ്ക് ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെയുള്ളവർ ഇതുപോലെയുള്ള ഹൈ റിസ്ക് ജോബുകൾ, അതായത് പൊടി അടിക്കുന്നതോ പുകയടിക്കുന്നതോ ആയിട്ടുള്ള ജോബ് ഒഴിവാക്കുക, വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക, വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക, അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ അത് കൊള്ളാതെ ശ്രദ്ധിക്കുക, വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക, വീട്ടിലെ കർട്ടനുകളിലൊന്നും പൊടി വരാതെ നോക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള നല്ല പ്രിവെന്റീവ് മെഷേഴ്സ്. അല്ലാതെ അതിന് ആസ്മയ്ക്കെതിരെ വാക്സിനോ ഒന്നും ഇതുവരെ കണ്ടെത്തിയില്ല. ഓക്കെ ഡോക്ടർ, നമുക്കിപ്പോൾ പല രോഗങ്ങളും നമ്മൾ പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റുന്നുണ്ട്. ഈ ആസ്മയെ അതുപോലെ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ? ആസ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള അറിവനുസരിച്ച് ആസ്മ പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റില്ല. ആസ്മയെ പക്ഷെ നമുക്ക് പൂർണ്ണമായി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് രോഗമില്ലാത്ത ഒരു സ്ഥിതി വരെ എത്താം. അതായത് രോഗിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന രീതിയിൽ വരെ എത്തിക്കാം. ഇപ്പോൾ നമ്മൾ പ്രമേഹത്തിന് വെച്ച് നോക്കുകയാണെങ്കിൽ, പ്രമേഹം എന്ന് പറഞ്ഞാൽ അത് ഇതുപോലൊരു കൺട്രോളബിൾ ഡിസീസാണ്. പക്ഷെ ലൈഫ് ലോങ് മെഡിസിൻസ് വേണ്ടി വരും. പക്ഷെ ആസ്മയിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടർ പറഞ്ഞ രീതിയിൽ കറക്റ്റായിട്ട് ഇൻഹേലേഴ്സോ മെഡിസിൻസോ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ മെഡിസിൻ ഇല്ലാത്ത ഒരു ഘട്ടം വരെ എത്തിക്കാൻ പറ്റും. ആവശ്യമുള്ളപ്പോൾ മാത്രം മെഡിസിൻ എടുക്കുന്ന രീതി അതുവരെ എത്തിക്കാൻ പറ്റും. അപ്പം അങ്ങനെ നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ആസ്മ. ഓക്കെ, ഡോക്ടർ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച, അതായത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമായതുകൊണ്ട് നമുക്കൊരു ഹെൽത്തി ലങ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? നമുക്ക് പ്രേക്ഷകർക്ക് അതൊരു അഡ്വൈസ് ചെയ്യും. കാരണം പൊതുവേ നമ്മളെ ലൈഫ് സ്റ്റൈലൊക്കെ പല രോഗങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഹെൽത്തി ലങ്സ് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഹെൽത്തി ലങ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഹെൽത്തി ലൈഫ് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ സമയത്തിന് ഭക്ഷണം കഴിക്കുക, സമയത്തിന് ഉറങ്ങുക, ഹെൽത്ത് പ്രൊമോട്ടിങ് ആക്ടിവിറ്റീസ് ചെയ്യുക, അതായത് എക്സസൈസ്, വാക്കിന് പോവുക, ബ്രീതിങ് എക്സസൈസ് ചെയ്യുക, അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പിന്നെ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആസ്മയെ ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കും, ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, നമ്മൾ ആസ്മയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് മറ്റൊരു സംശയമുണ്ട്. കാരണം ഗർഭിണികളൊക്കെ ആളുകൾക്ക്, ഈ സ്ത്രീകൾക്ക് ഈ ആസ്മ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ഇൻഹേലർ ഉപയോഗിക്കുക അല്ലെങ്കിൽ മറ്റു മെഡിസിൻ അതർ ഓപ്ഷൻസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഡോസ് ഒക്കെ ആകുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും? അത് മെയിനായിട്ട് അറിയേണ്ട കാര്യം, ആസ്മ പ്രഗ്നൻസിയിൽ 3-ൽ ഒരാൾക്ക് കൂടാം. 3-ൽ ഒരാൾക്ക് പ്രഗ്നൻസി ടൈമിൽ ആസ്മ നന്നായിട്ട് കുറയും. 3-ൽ ഒരാൾക്ക്
ഒരു വ്യത്യാസം ഉണ്ടാവില്ല. മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻസിയിലും പലർക്കും പല രീതിയിലാണ് ആസ്മ പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അറിയേണ്ട കാര്യം, പ്രഗ്നൻ്റ് ആണെങ്കിൽ ആസ്മയുള്ള ഒരു ആളാണെങ്കിൽ ഡോക്ടറെ കാണുക. ഓക്കെ. ഡോക്ടർ പറയുന്ന രീതിയിൽ ഇൻഹേലർ ഉപയോഗിക്കുക. ഇൻഹേലേഴ്സ് സേഫാണ്, എല്ലാ ഇൻഹേലേഴ്സും അല്ല, പക്ഷേ പ്രഗ്നൻ്റ് ആയ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഇൻഹേലേഴ്സ് ഉണ്ട്, അത് സേഫാണ്. ഓക്കെ. അത് കൃത്യമായി എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാരിൽ ആസ്മ കൂടും. ഞാൻ പറഞ്ഞ പോലെ 3 ആസ്മ കൂടും. അപ്പോൾ ഇൻഹേലേഴ്സ് സേഫാണ്, ഡോക്ടർ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുക. ഓക്കെ. മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ എപ്പിസോഡ് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ചേക്കാൻ ഞങ്ങളുടെ സൺറൈസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ശ്രാവൺ കുമാറിന് കാസർഗോഡ് വിഷൻ്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.